ലോകം ഇന്ന് ഏറ്റവും ഭീതിയോടെ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ ദൃശ്യമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള വെല്ലുവിളികൾ കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ ഒരു വൻ യുദ്ധത്തിലേക്കുള്ള സൈനിക നീക്കങ്ങളായി പരിണമിച്ചിരിക്കുന്നു. ഇസ്രയേൽ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും പൗരന്മാരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങിയതോടെ മേഖലയിൽ അനിശ്ചിതത്വം പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ജനീവയിൽ നടന്ന ഉന്നതതല ചർച്ചകൾ പരാജയപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും നയിച്ച ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുക, നിലവിലുള്ള ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കുക തുടങ്ങിയ അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. പകരം അമേരിക്കയുടെ ആവശ്യങ്ങൾ അമിതമാണെന്നും തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇറാൻ ആരോപിച്ചു. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകൾ ഏകപക്ഷീയമായ ആവശ്യങ്ങൾ കാരണം വഴിമുട്ടിയിരിക്കുകയാണ്. ഫെബ്രുവരി 19-ന് ട്രംപ് നൽകിയ 15 ദിവസത്തെ സമയപരിധി അവസാനിക്കാറായതോടെയായിരുന്നു നയതന്ത്രത്തിന് പകരം സൈനിക നടപടി എന്ന ഓപ്ഷനിലേക്ക് അമേരിക്ക നീങ്ങിയത്. 2003-ലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ സൈനിക നീക്കത്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ഭീഷണിയല്ലെന്ന് തെളിയിക്കുന്നതാണ് മേഖലയിലെ അമേരിക്കൻ സന്നാഹങ്ങൾ. അമേരിക്കയുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ ഡ്രോൺ യൂണിറ്റ് യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതാണ്. അരിസോണയിൽ നിർമ്മിച്ച ഈ കാമിക്കാസെ ഡ്രോണുകൾക്ക് ഒന്നിന് വെറും $35,000 മാത്രമാണ് ചിലവ്. എന്നാൽ ഇവയ്ക്ക് ഇറാന്റെ ആണവ നിലയങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, റോഡ് ശൃംഖലകൾ എന്നിവ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുണ്ട്. ഡിസംബറിൽ അറേബ്യൻ ഗൾഫിൽ നടത്തിയ വിജയകരമായ പരീക്ഷണത്തിന് ശേഷമാണ് ഇവയെ സജ്ജമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് വടക്കൻ ഇസ്രയേൽ തീരത്തേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതിനകം തന്നെ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് പുറമെയാണിത്. ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ ഒരു മേഖലയിൽ വിന്യസിക്കുന്നത് യുദ്ധത്തിന്റെ തൊട്ടടുത്ത ഘട്ടമായാണ് സൈനിക വിദഗ്ധർ കാണുന്നത്. കൂടാതെ 9 ഡിസ്ട്രോയറുകളും മറ്റു യുദ്ധക്കപ്പലുകളും ഈ മേഖലയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. അത്യാധുനിക F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ വിവിധ താവളങ്ങളിൽ സജ്ജമായി കഴിഞ്ഞു. ഇറാന്റെ ഏതു തരത്തിലുള്ള പ്രത്യാക്രമണത്തെയും നേരിടാൻ സജ്ജമായ രീതിയിലാണ് ഈ വിന്യാസം. യുദ്ധം ഉടൻ ഉണ്ടായേക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എംബസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം. അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എത്രയും വേഗം രാജ്യം വിടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി തന്റെ ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിലിൽ ഇന്നു തന്നെ രാജ്യം വിടുക എന്ന് കർശനമായി ആവശ്യപ്പെട്ടത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടനും സമാനമായ നീക്കമാണ് നടത്തിയത്. ഇറാനിലെ തങ്ങളുടെ എംബസി പ്രവർത്തനം അവർ താൽക്കാലികമായി നിർത്തിവെച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ പോലും കോൺസുലർ സഹായം നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സ്വന്തം പൗരന്മാർക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. തന്റെ മുൻ ഭരണകാലത്ത് ഇറാന് മേൽ നടത്തിയ ഉപരോധങ്ങളെക്കാൾ കടുത്ത നടപടികളാണ് ഇത്തവണ ട്രംപ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയുമായി ഒരു പുതിയ കരാറിൽ ഒപ്പിടാൻ തയ്യാറല്ലെങ്കിൽ ഇറാന്റെ സൈനിക സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. കേവലം ആണവ പദ്ധതിയിൽ മാത്രം ഒതുങ്ങുന്ന കരാറിന് അമേരിക്ക തയ്യാറല്ല. ഇറാന്റെ മിസൈൽ പദ്ധതികളും മേഖലയിലെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവർ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കുമെന്നതാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആവശ്യം. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ആവശ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള നീക്കമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. നയതന്ത്ര ചർച്ചകൾ ഫലം കാണാത്ത സാഹചര്യത്തിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ അനിവാര്യമായി വരുമോ എന്നാണ് ലോകം ഭയപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. ആഗോള എണ്ണ വിപണിയെ ഇത് നേരിട്ട് ബാധിക്കും. ലോകത്തെ പ്രധാന കപ്പൽ ചാലുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നതിനാൽ ആഗോള ചരക്ക് നീക്കം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ വലിയൊരു അഭയാർത്ഥി പ്രവാഹത്തിനും ഇത് കാരണമായേക്കാം. ബ്ലൂംബെർഗ്, വാൾ സ്ട്രീറ്റ് ജേണൽ തുടങ്ങിയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അമേരിക്ക ഇപ്പോൾ നയതന്ത്ര പരിഹാരത്തിനായുള്ള അവസാന ശ്രമത്തിലാണ്. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിക്ക് വൈകില്ലെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സൂചനകൾ. ഫെബ്രുവരി 27-ലെ എംബസി നിർദ്ദേശങ്ങളും വടക്കൻ ഇസ്രയേലിലേക്കുള്ള കപ്പൽ വിന്യാസവും സൂചിപ്പിക്കുന്നത് വരും മണിക്കൂറുകൾ നിർണായകമാണെന്നാണ്. നയതന്ത്രത്തിന്റെ മേശയിൽ നിന്നും തോക്കിൽ മുനയിലേക്ക് ചർച്ചകൾ മാറുമ്പോൾ പശ്ചിമേഷ്യ ഒരു മഹാദുരന്തത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറാകുമോ അതോ അമേരിക്ക സൈനിക നടപടി ആരംഭിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. യാത്രാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും ഇസ്രയേലിലും ഇറാനിലുമുള്ള വിദേശ പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ ലോകമെമ്പാടും ഭീതി പരത്തുന്നുണ്ട്. നയതന്ത്ര ചർച്ചകളിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ സൈനിക ചലനങ്ങൾ മറ്റൊരു കഥയാണ് പറയുന്നത്.